സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് മത്സരാർത്ഥികൾ. ഞാനിപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാട്ടെ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. ഇവിടെ ഒപ്പന സംഘത്തിനൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവരുടെ അവസാനഘട്ട ഒരുക്കങ്ങളൊക്കെ ഇവിടെ ഈ മത്സരത്തിന്റെ ഭാഗമായി പുരോഗമിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തന്നെ ചോദിച്ചറിയാം. എന്താണ് പേര്? എങ്ങനെയാണ് ഇപ്പോൾ സ്കൂൾ കലോത്സവത്തിലേക്ക് പോവുകയാണ്, അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയൊപ്പം ഉണ്ടാവും? അപ്പോൾ തന്നെ ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ പ്രാക്ടീസ് ലെവലൊക്കെ ഏതുവരെയായി? നല്ല രീതിയിൽ തന്നെ റിഹേഴ്സലെല്ലാം എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ജയിക്കുമായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്, അപ്പോൾ അതിൻ്റെ നല്ല എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് ടീച്ചേഴ്സ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. കിട്ടുന്ന തന്നെയാണ് പ്രതീക്ഷ. കഴിഞ്ഞ 10 ദിവസം നമ്മൾ ഫുൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പരിപാടി 5-ാം തീയതിയാണ് വരുന്നത്. 4 നാളെ രാവിലെ പോവും. ടീച്ചേഴ്സ് സപ്പോർട്ട് ഇല്ലാണ്ട് ഒരു എനർജി ഉണ്ട്. പ്രധാന അധ്യാപകന്റെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. എങ്ങനെയാണ് സാർ ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? കുട്ടികളെ അങ്ങോട്ടത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ എത്ര ഇനങ്ങളിലാണ് ഇവിടെ നിന്ന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത്? ഈ വർഷം ഏകദേശം 25 ഇനങ്ങളിലായിട്ട് 112 കുട്ടികളാണ് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ വർഷം മത്സരിക്കുന്നത്. എല്ലാ വിഭാഗങ്ങൾക്കും എ ഗ്രേഡ് തന്നെ കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. അതിനുള്ള പരിശ്രമങ്ങൾ ഏറെ നാളായി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കുറേ ടീമുകൾ ഇന്നും ഇന്നലെയായിട്ട് കൊല്ലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കുട്ടികൾ നാളെയും മറ്റന്നാളുമായിട്ട് അവിടെ എത്തുകയാണ്. തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലാണ്. മുമ്പ് നമുക്ക് ബെസ്റ്റ് സ്കൂൾ ട്രോഫി നിരവധി തവണ ലഭിച്ചിട്ടുണ്ട്. ഈ വർഷം പൊതുവെ കുറച്ച് ഐറ്റം കുറവാണെങ്കിലും നമ്മൾ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് എന്തെങ്കിലും വ്യത്യസ്തത ഇത്തവണത്തെ കലോത്സവത്തിന് കാണുന്നുണ്ടോ? കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം മാനുവൽ പരിഷ്കരിക്കുമ്പോൾ ഈ അപ്പീൽ മുഖാന്തരം വരുന്ന പോയിന്റുകൾ സ്കൂളിനും അതുപോലെ തന്നെ ജില്ലക്ക് ലഭിക്കില്ല എന്നാണ് മാനുവലിൽ നോക്കുമ്പോൾ ഏകദേശം മനസ്സിലായിട്ടുള്ളത്. അത് ശരിയായ രീതിയാണ്. പക്ഷേ അതിൽ ചെറിയ പ്രശ്നങ്ങളുള്ളത് ചിലപ്പോൾ യഥാർത്ഥത്തിൽ മുമ്പിലോട്ട് പോയ, അതായത് യഥാർത്ഥത്തിൽ പോയ ടീമിനേക്കാളും മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പോയിന്റ് സ്കൂളിന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം മുമ്പിലേക്ക് എത്തിയ ടീമിന് തന്നെ കൊടുക്കണം എന്നാണ്. പിന്നെ ബാക്കിൽ വന്ന ടീമിനെ ഒഴിവാക്കി മുമ്പിൽ വന്ന ടീമിന് പോയിന്റ് നൽകണമെന്നാണ് വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ അഭിപ്രായം. ഒപ്പന ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. ഇനിയും എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രാക്ടീസ് തുടങ്ങിയിട്ട് കുറേ ദിവസമായി, കുറേ മാസങ്ങളായി തുടങ്ങിയിട്ട്. ഞങ്ങൾ ഇപ്പോൾ സബ് ജില്ല കഴിഞ്ഞു, ഇപ്പോൾ ജില്ല കഴിഞ്ഞു, ഇനിയിപ്പോൾ സ്റ്റേറ്റിലേക്കാണല്ലോ. അതുവരെ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നമ്മളിൽ കഴിയുന്ന എന്താണോ അതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ സ്റ്റേറ്റിലേക്ക് പോയിട്ടാണ് ഇനി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ഉണ്ടാവും കിട്ടണമെന്ന് ആഗ്രഹവും. കിട്ടണം. ഓക്കെ, അങ്ങനെ തന്നെയാണ്. അതായത് കൗമാര കലോത്സവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് തിരിതെളിയുവാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ, അതായത് വിദ്യാർത്ഥികൾ നല്ലൊരു സന്തോഷത്തിലും അതുപോലെ തന്നെ ശുഭപ്രതീക്ഷയിലും തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്.